ആദ്യം തന്നെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കടുത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു. പാർട്ടിയുടെ അംഗത്വവും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ രാജി. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്നതിനിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി വീണ്ടും ഉണ്ടാവുന്നത്. മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറുകയാണിത്. പാർട്ടിക്കെതിരെ ആരോപണമുയരുന്നത്, കടുത്ത ആരോപണമുയരുന്നത് ആഭ്യന്തരമായി തന്നെ ഒരു മന്ത്രി തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് ഈ സാഹചര്യം? സജിത്ത്, ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കൂടുതൽ നിർണായകമായ ഒരു ശക്തിയാകും രാജ്യത്ത് എന്നൊക്കെയുള്ള പ്രതീക്ഷ പാർട്ടി അണികളിലും അതുപോലെ ഇന്ത്യ മുന്നണിയിലുമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ തിരിച്ചടികൾ വരുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായ ഒരു ഘട്ടത്തിൽ അതിനെയൊക്കെ കേന്ദ്ര ഏജൻസികളുടെ തെറ്റായ നടപടി എന്ന തരത്തിലാണ് വ്യാഖ്യാനിച്ചത്. സഞ്ജയ് സിംഗിന് ഏറ്റവും ഒടുവിൽ ജാമ്യം കിട്ടിയ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് തെളിവുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ തങ്ങൾ നിരപരാധികളാണ് എന്നൊരു ചിത്രം മുന്നോട്ട് വയ്ക്കാൻ ഒരു പ്രതിരോധത്തിന് ആം ആദ്മി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ആ സാഹചര്യമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള കോടതിയുടെ നിരീക്ഷണം, അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ പണം കൈപ്പറ്റുന്നതിനെ സംബന്ധിച്ച് ഇഡിയുടെ ഭാഗത്ത് തെളിവുകളുണ്ട് എന്നൊക്കെയുള്ള ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണം വലിയ തോതിൽ പാർട്ടിയെ പിടിച്ച് ഉലച്ചിരിക്കുന്നു. അതിന് ഒപ്പമാണ് സാമൂഹ്യക്ഷേമവും അതുപോലെ SC ST ക്ഷേമവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടി രാജിവെക്കുന്നത്. രാജ്കുമാർ, നമുക്കറിയാം, അദ്ദേഹം 2011 ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന വലിയ മുന്നേറ്റം അരവിന്ദ് കെജ്രിവാൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ വലിയ തന്ത്രപ്രധാനമായ ഒരു വ്യക്തിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തന രംഗത്ത് വന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. വളരെ പിന്നോക്ക സാഹചര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അംബേദ്കറിൻ്റെ ഒരു സ്വാധീനത്തോടു കൂടിയാണ് താൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിച്ചു എന്നാണ് രാജ്കുമാർ ആനന്ദ് പറയുന്നത്. പക്ഷേ ഒരു പാർട്ടി പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. നേരത്തെ അഴിമതിക്ക് എതിരെ പ്രസംഗിച്ച കെജ്രിവാൾ രാഷ്ട്രീയം മാറുമ്പോൾ രാജ്യം മാറും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയം മാറിയപ്പോൾ രാഷ്ട്രീയക്കാർ മാറിയിരിക്കുന്നു എന്ന് രാജ്കുമാർ ആനന്ദ് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാളുടെ പാർട്ടി പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങി എന്ന ഒരു ആരോപണമാണ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രാജ്കുമാർ ആനന്ദിന് നേരെ മുമ്പ് ഇഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു. അപ്പോൾ 7 കോടി രൂപയുടെ ചില തട്ടിപ്പുകൾ, അതായത് ഈ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വില കുറച്ച് കാണിച്ച് 7 കോടി രൂപയോളം അത്തരത്തിൽ ക്രമക്കേടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇഡി അന്ന് റെയ്ഡ് നടത്തിയത്. രാജ്കുമാർ ആനന്ദ് വളരെ ദരിദ്ര സാഹചര്യത്തിൽ ജനിച്ച ഒരാളാണെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അലിഗറിലായിരുന്നു. അവിടെ ചെല്ലുകയും ഈ ആക്രി സാധനങ്ങൾ വിൽക്കുന്ന മുത്തശ്ശനോടൊപ്പം താമസിക്കുകയും പിന്നീട് സ്വന്തം നിലയിൽ അധ്വാനിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് രാജ്കുമാർ ആനന്ദ്. പക്ഷേ 1996 അദ്ദേഹം റെക്സിൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. വലിയ ഒരു വ്യവസായ പ്രമുഖൻ എന്ന നിലയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ഈ ചൈനയിൽ നിന്ന് അദ്ദേഹം സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില കേസിലാണ് ഇഡി അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. ഏതായാലും അത്തരത്തിലുള്ള റെയ്ഡ് ഭയന്നാണ് ഈ ആനന്ദ് ഇങ്ങനെ പാർട്ടി മാറുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് വരുന്നു. അതേസമയം അതിഷി, ഇതുപോലെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി അതിഷി വ്യക്തമാക്കിയത് തന്നെയും BJP ഇതുപോലെ സമീപിച്ചിരുന്നു. പാർട്ടി വിടണം, BJPയിൽ ചേരണമെന്ന്. സമാനമായ സാഹചര്യമാണ് ഈ മന്ത്രിക്കും ഉണ്ടായിട്ടുള്ളത്, രാജ്കുമാർ ആനന്ദിനും ഉണ്ടായിട്ടുള്ളത് എന്ന് അതിഷി വ്യക്തമാക്കുന്നു. ഇത് സഞ്ജയ് സിംഗിനെ പോലെ എല്ലാവർക്കും പോരാടി ജയിക്കാനാകില്ല എന്ന പ്രതികരണമാണ് സൗരഭ് ഭരദ്വാജിനെ പോലുള്ള ആം ആദ്മി നേതാക്കൾ പറയുന്നത്. ചിലർ ഈ ഇഡിയെയും അതുപോലെ കേന്ദ്ര ഏജൻസികളെയും ഭയന്ന് പെട്ടെന്ന് തന്നെ പാർട്ടി വിടുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ തങ്ങൾ മുന്നോട്ട് പൊരുതും എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ കെജ്രിവാൾ ജയിലിൽ തുടരുന്നു. അദ്ദേഹം ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. അദ്ദേഹത്തിന് എതിരെ കേസെടുത്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിയൊരു സാഹചര്യത്തിൽ വൈകാതെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അഴിമതിക്കെതിരെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു പോരാട്ടത്തിലൂടെ അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പൂർണ്ണമായും അഴിമതി സംബന്ധമായ ആരോപണങ്ങളിൽ
കുടുങ്ങിക്കിടക്കുന്നു എന്ന ഒരു വിവാദമാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്. അതാണ് സാഹചര്യം. ആം ആദ്മി പാർട്ടി കടുത്ത തിരിച്ചടി നേരിടുകയാണ്. സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ അഴിമതി ആക്ഷേപം ഉയരുന്നു. അത് സ്വാഭാവികമായും എങ്ങനെ പ്രതിരോധിക്കുമെന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങുന്നു. പ്രത്യേകിച്ച് കെജ്രിവാൾ ജയിലിലാകുന്ന പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ പോകുന്നത് ഇനി